This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ജനുവരി 11 ശനിയാഴ്ച സ്റ്റഫോർഡിലുള്ള ഫിലാഡൽഫിയ റെസ്റ്റോറന്റിൽ വെച്ച് NSSന്റെ സ്ഥാപക അംഗം ശ്രീ അപ്പു നായർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും പുതിയ ഭാരവാഹികൾ ഒത്തുചൊല്ലുകയും പുതിയ പ്രസിഡന്റ് ശ്രീ സുനിൽ രാധമ്മയും മറ്റു അംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുകയും ചെയ്തതോടെ മന്നം ചേന്തി സമാരംഭിച്ചു. സെക്രട്ടറി ശ്രീ അഖിലേഷ് നായർ സ്വാഗതം ആശംസിക്കുകയും പുതുതായി കരയോഗത്തിൽ ചേർന്നവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ട്രഷറർ ശ്രീ മനോജ് നായരുടെ അംഗത്വ വിതരണത്തിന് ശേഷം KHS മുൻ പ്രസിഡന്റ് ശ്രീ ഹരി ശിവരാമന്റെ പ്രഭാഷണമായിരുന്നു. ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിലെ നായർ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സമർപ്പിച്ച ഒരു സ്വാധീനമുള്ള സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്നു. 1878 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ജനിച്ച അദ്ദേഹം സാമൂഹിക ഘടനയെ ആധുനികവൽക്കരിക്കുന്നതിലും സമത്വം, വിദ്യാഭ്യാസം, ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. പ്രത്യേകിച്ച് ക്ഷേത്രപ്രവേശന അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി വാദിക്കുന്നതിനായി വൈക്കം സത്യാഗ്രഹം, സവർണ ജാഥയും നയിച്ചു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അദ്ദേഹത്തിന് ഭാരത കേസരി പദവി നേടിക്കൊടുത്തു. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം തിരുവിതാംകൂർ നിയമസഭയിൽ സേവനമനുഷ്ഠിക്കുകയും സമൂഹത്തിന് നൽകിയ സംഭാവനകൾ 1966 പത്മഭൂഷൺ നൽകുകയും ചെയ്തു. സാമൂഹ്യ പരിഷ്കരണത്തിനായുള്ള അക്ഷീണ സമർപ്പണത്തിനും കേരളത്തിലെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പോരാടിയതിനും ശ്രീ മന്നത്ത് പത്മനാഭൻ ഓർമ്മിപ്പിക്കപ്പെടുന്നു. ശ്രീ ഹരി ശിവരാമന്റെ ചുരുങ്ങിയതും അർത്ഥവത്തവും ഉജ്ജ്വലവുമായ ഉത്തേജനം നൽകുന്നതുമായ ഈ പ്രഭാഷണം സദസ്സിനെ നിശബ്ദരാക്കുകയും ഹർഷാരവത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് മുൻ NSS പ്രസിഡന്റ് ശ്രീ അജിത് നായർ, മുൻ KHS പ്രസിഡന്റ് രമാപിള്ള എന്നിവരും സംസാരിക്കുകയുണ്ടായി. കൊച്ചുകുട്ടികളുടെ ഭാരത കേസരിയെക്കുറിച്ചുള്ള പ്രസംഗം വളരെ അർത്ഥവത്തായിരുന്നു. ശ്രീ ശിക്രു നായർ തയ്യാറാക്കിയ കുട്ടികൾക്കുള്ള ക്വിസ് മത്സരം എന്തുകൊണ്ടും സന്ദർഭോചിതമായിരുന്നു. ഹ്യൂസ്റ്റൺ കരയോഗം പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നതിനായി ആവുന്നത്ര പരിശ്രമിക്കും എന്ന ആപ്തവാക്യത്തോടെയും ചായ സൽക്കാരത്തോടെയും കരയോഗം സമാപിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.